നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ ബിഅഖദിൻ ബൈനഹുമാ അബദാ, ഒരു കാലത്തും അത് കൂട്ടിക്കെട്ടാൻ അവന് സാധിക്കുകയും ഇല്ല. ഇതാണ് അതിനുള്ള ശിക്ഷ. സ്വഹീഹുൽ ബുഖാരി. ആരും എതിർക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ കളവ് പറയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുസ്വഭാവമാണ് ദുർവിചാരം, തെറ്റായ ധാരണകൾ, തെറ്റായ വിചാരങ്ങൾ. ഇതാണ് ആദ്യം ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് പിഴുതു മാറ്റേണ്ടത്. എന്ത്? ദുർവിചാരം, തെറ്റിദ്ധാരണകൾ. മറ്റു വ്യക്തികളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, അയൽക്കാരെ കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച് ഒക്കെയുള്ള തെറ്റായ ധാരണകൾ. ഈ തെറ്റായ ധാരണകളാണ് കളവിനെ ജനിപ്പിക്കുന്നത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ദബുൽ ഹദീസ് എന്നാ പറഞ്ഞത്. ഇയ്യാകും വല്ലന്ന, നിങ്ങൾ ദുർവിചാരം മനസ്സിൽ നിന്ന് മാറ്റണേ, സൂക്ഷിക്കണേ. ലന്ന് എന്ന് പറയുന്നത് ഫഇന്നൽ ലന്ന അക്ദബുൽ ഹദീസ്. ദുർവിചാരം വഴി ഏറ്റവും വലിയ കളവ് സംഭവിക്കും. ചെറുതല്ല, അക്ദബുൽ ഹദീസ്. സംസാരത്തിലെ ഏറ്റവും വലിയ കളവ് പിറക്കുന്നത് ഈ ദുർവിചാരത്തിൽ നിന്നായിരിക്കും. എന്റെ ശത്രുവിന്റെ കൂടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു തെമ്മാടിയുടെ കൂടെ എന്റെ ഒരു മിത്രം സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്റെ ശത്രുവാണ്, ആള് മഹാമോശപ്പെട്ട ആളുമാണ്. ആഹാ, അവൻ എന്റെ ശത്രുവാന്ന് ഇവൻ അറിയാലോ, അവൻ എന്റെ കൂട്ടുകാരനാളപ്പാ പോയി സംസാരിക്കുന്നത്, അവൻ ആകാള് പോയി എന്ന് ഞാനൊരു ദുർവിചാരം മനസ്സിൽ വെച്ചു, ഒരു ലന്ന് വെച്ചു. സത്യത്തിൽ ഇവൻ ഏതോ ബാധ്യത തീർക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ അവനെ ഉപദേശിക്കാൻ വേണ്ടി പോയതാണ്. ഇവനുമായിട്ടുള്ള പിണക്കം തന്നെ തീർക്കാൻ ഉപദേശിക്കാൻ പോയതാണ്, നല്ല കാര്യത്തിന് പോയതാണ്. പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഇപ്പുറത്ത് നിന്ന് അവനും ഇപ്പൊ പിഴച്ചുപോയി. ഒറ്റ പ്രസ്താവന, പച്ചക്കള്ളം അല്ലേ? ഈ ലന്ന് തന്നെയാണ് കളവിലേക്ക് മനുഷ്യനെത്തിക്കുന്നത്. കളവ് മാത്രല്ല, കളവ് കഴിഞ്ഞു നിർത്തുകയാണ്. കാരണം 4, 5, 6 ആഴ്ചയായി തോന്നുന്നുണ്ട് ഈ കളവുമ്പ കൂടിയിട്ട് സത്യത്തിക്ക് പോണ്ടേ നമുക്ക്. അപ്പോ 14ാമത്തെ പാപമായ നാവിന്റെ ആഫത്തായ കളവ് കഴിഞ്ഞു. ഇനി 15 പറയാനുള്ളത് എന്താണ്? അത് ഗീബത്താണ്. ഗീബത്തിന്റെയും പ്രധാന കാരണം ഈ ധാരണയാണ്, ലന്ന്. ദുർവിചാരങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള ദുർവിചാരങ്ങൾ, അതാണ് ഗീബത്ത് ഉണ്ടാക്കുന്നത്. എന്താ ഗീബത്ത്? പരദൂഷണം എന്ന് നാം മലയാളത്തിൽ പറയുന്ന ഈ സൂക്കേട്. ഇതാണ് 15ാമത്തെ നാവിന്റെ വിപത്ത്. എന്താ പരദൂഷണം? മറ്റുള്ളവരെ കുറിച്ച് അവരുടെ അഭാവത്തിൽ, അവരുടെ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ച് കുറ്റം പറയാ. ഇത് സർവവ്യാപിയായ ഒരു ഹലാക്കാണ് സമൂഹത്തിലെ. ഒരു ദിവസം ഒരു ഗീബത്തെങ്കിലും പറയാത്ത ആരുണ്ടാകുക? ഏത് മൊയ്ലേരായാലും മൊല്ലാക്കയായാലും ശരി, ആരായാലും ശരി, ഒരു ദിവസം ഒരാളെ കുറിച്ച്, അയാളില്ലാത്ത സദസ്സിൽ സവിധത്തിൽ ഇല്ലാത്ത ഒരാളുടെ കുറ്റം ഒരിക്കലെങ്കിലും പറയാത്ത ആരുണ്ട്? എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനുണ്ട് എന്നൊക്കെ ഉണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് നേരം വെളുത്തതിന് ശേഷം തന്നെ ഇങ്ങനെ കണക്കെടുത്ത് നോക്കൂ, പറഞ്ഞിട്ടില്ലേന്ന് ആലോചിച്ചു. മാത്രല്ല, ഞാൻ സർവവ്യാപിയായ വിപത്ത് എന്ന് ഗീബത്തിനെ കുറിച്ച്, പരദൂഷണത്തെ കുറിച്ച് പറയാൻ കാരണം എന്താ? പള്ളികൾ പോലും ഒഴിവല്ലല്ലോ. കള്ളുകൂടി ഒരിക്കലും പള്ളിയിൽ നടക്കൂല. അല്ലാഹു അലം അല്ലേ? അത് നടക്കൂല നമ്മുടെ വിശ്വാസം. അടിപിടിയും കലാപവും ഒന്നും പള്ളിയിൽ നടക്കൂല. പള്ളിയുടെ വിശുദ്ധിയിൽ ജനങ്ങള്, കാരണം അതൊക്കെ ചെയ്യാൻ കുറച്ച് മടി ഉണ്ടാവും. എന്നാലോ ഈ ഗീബത്ത് പറഞ്ഞ ഏർപ്പാടോ പള്ളിയിൽ നടക്കും. പള്ളിയിൽ നടക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ദഅവത്തിന്റെ മേഖലകൾ, ഖുർആൻ ഹദീസ് ക്ലാസുകൾ പോലും പലപ്പോഴും പരദൂഷണത്തിന്റെ മജ്ലിസുകളായി, സദസ്സുകളായി അധപതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. അതെ, ദീനിയായ ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാമെന്ന് ഇസ്ലാമിലുണ്ടല്ലോ. നമുക്ക് പറയാം ഗീബത്ത് എന്താന്നും അതിന്റെ അപകടം എന്താന്നൊക്കെ പറഞ്ഞിട്ട് ഗീബത്ത് പറയൽ അനുവദിക്കപ്പെട്ട ഇളവുള്ള മേഖല ഉണ്ട്, നമുക്ക് പറയാം. പക്ഷെ ഇത് അനുവദിച്ച മേഖലയൊന്നുമല്ല. ഒരേ ആശയം, ഒരേ ആദർശം, ഒരേ നടപടിക്രമം, 2 സംഘടനകൾ. അതെ, 2 സംഘടനകൾക്കിടയിലും വിശ്വാസ പ്രമാണത്തിൽ വ്യത്യാസമല്ല. 2 കൂട്ടരും ഒരേ വിശ്വാസാണ്.
കർമ്മങ്ങളുടെ കാര്യത്തിലും യാതൊരു മാറ്റമില്ല. ഇതിന് മാറ്റമുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ആശയപരമായി വൈരുദ്ധ്യമുള്ളവർ തമ്മിൽ സംസാരിച്ചോട്ടെ. അങ്ങനെ തന്റെ ഭാഗത്ത് സത്യമെന്ന് സമർത്ഥിക്കാൻ വേണ്ടി മറ്റുള്ളവരെ നിരൂപിച്ചോട്ടെ. അവരെ അഭാവത്തിൽ തന്നെ ആകട്ടെ. ഇതല്ല. ഒരേ ആശയം, ഒരേ പ്രവൃത്തി, ഒരേ മുദ്രാവാക്യം, പക്ഷേ സംഘടന രണ്ടാണ്. എന്നിട്ടോ സ്റ്റേജ് കെട്ടി ചീത്തറിയാം. ഇത് ഗീബത്തല്ലാതെ എന്തോ ഒലക്കയാകുക? എനിക്ക് മനസ്സിലാവണില്ല. ഗീബത്തല്ലാതെ. കാരണം അനുവദിക്കപ്പെട്ട ഒരു വകുപ്പും അതിൽ ചേർക്കാൻ പറ്റൂല. അങ്ങനെ ദഅവത്തിന്റെ, വഅലിന്റെ, മതപ്രഭാഷണങ്ങളുടെ, ദീനീ പഠന ക്ലാസുകളുടെ അവസ്ഥ പോലും ഗീബത്ത് പറയുന്ന വേദികളായി മാറിയ കാലം. പിന്നെ അങ്ങാടിയുടെ കഥ പറയണം, ചായക്കടയുടെ കഥ പിന്നെ പറയണം. ഓരോ പ്രദേശത്തെയും ചായക്കടകളിൽ രാവിലെ വെളുപ്പാങ്കാലത്ത് കുടിക്കുന്ന കാലിച്ചായക്കൊപ്പമുള്ള കടി മറ്റുള്ളവന്റെ പച്ചർച്ചയായിരിക്കും. ഇത് കേട്ട് 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 സഹികെട്ട് പല ചായക്കട നടത്തിപ്പുകാരും ഈ ടൗണിൽ തന്നെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ചായക്കടയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പരദൂഷണം പറയരുത്. ഈ ടൗണിൽ ഞാൻ കണ്ടതാ. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിച്ചും തരാം. എത്ര ഗതികേടുണ്ടായിരിക്കും ആ ചായക്കടക്കാരൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുക അല്ലേ? ഇതൊന്നും ഒരു അപരാധം, ഒരു പാപമായിട്ട് കാണുന്നില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് സവിസ്തരം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കിത് പറയേണ്ടതുണ്ട്. കാരണം ഖുർആനും തിരുസുന്നത്തും ഇതിന്റെ ഗൗരവം നമുക്ക് വെളിപ്പെടുത്തി തരികയും ഇക്കാര്യത്തിലുള്ള താക്കീതുകൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴായി പല സാഹചര്യങ്ങളിലായി ഗീബത്ത്, പരദൂഷണം എന്ന വിഷയത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സമഗ്രമായ ഒരു പരിശോധന ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മറ്റുള്ളവന്റെ കുറ്റം പറയുന്നതിനെ ശവം തിന്നുന്നതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശവം തിന്നുന്നതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നത് എന്താണ്? ശവം തിന്നലാണെന്ന്. യാ അയ്യുഹല്ലദീന ആമനുജ്തനിബു കസീറം മിനല്ലൻ. സൂറത്തുൽ ഹുജറാത്തിന്റെ 12ാമത്തെ ആയത്ത്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഭൂരിഭാഗം ഊഹങ്ങളും വെടിയണേ, കൂടുതൽ വിചാരങ്ങളും മനസ്സിൽ നിന്നൊഴിവാക്കണേ, കൂടുതൽ ഊഹങ്ങളും മനസ്സിൽ നിന്ന് മാറ്റിവെക്കണേ. എന്തുകൊണ്ടെന്നാൽ ചില ഊഹങ്ങൾ നിങ്ങളെ പാപത്തിൽ വീഴ്ത്തും, നിങ്ങളെ കുറ്റക്കാരാക്കി തീർക്കും. വലാ തജസ്സസൂ, നിങ്ങൾ ഒരിക്കലും ചാരപ്പണി എടുക്കരുത്, രഹസ്യങ്ങൾ ചികഞ്ഞു നോക്കരുത്, ആരുടെയും രഹസ്യത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കരുത്. അത് മുഅ്മിനീങ്ങൾക്ക് പറ്റിയ പണിയല്ല. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ളാ, നിങ്ങൾ അന്യോന്യം പരദൂഷണം പറയരുത്, പരസ്പരം കുറ്റം പറയരുത്. നല്ല ചങ്ങാതിമാരാണ്, നല്ല കൂട്ടുകാരാണ്, നല്ല സ്നേഹത്തോടെ കഴിയുന്നവരാണ്, നല്ല സഹകരണം തമ്മിലൊക്കെ ഉണ്ട്. ഒന്നിച്ചാകുമ്പോഴേ ഇതൊക്കെ ഉള്ളു. രണ്ട് പേർ വഴിക്ക് പോയാല് ഇവൻ ഇവന്റെ കുറ്റം പറയും, ഇവൻ തിരിച്ചും പറയും. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ള അവസ്ഥ പോലും സത്യത്തിൽ ഇതാണ് ആണ്. കുറ്റം പറയാ ഈ പണി. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ളാ, നിങ്ങൾ അന്യോന്യം ചിലരെ നിങ്ങൾ കുറ്റം പറയരുത്, ഉള്ള കുറ്റങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞു പോകരുത്. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യിത്തിൽ നിന്ന് ഭുജിക്കാൻ, അവന്റെ മയ്യിത്തിന്റെ മാംസത്തിൽ നിന്ന് മാന്തിപ്പറിച്ച് തിന്നാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ? നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അതിനനുവദിക്കുമോ? മനസ്സ് അതിനെ താല്പര്യമാക്കി തരുമോ? അല്ലാഹു ചോദിക്കുക.
അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അയഅകുല ലഹ്മ അഖീഹി മൈത, കൂട്ടുകാരൻ സഹോദരൻ കൂടപ്പിറപ്പ് മരിച്ചുപോയാൽ അവന്റെ മയ്യിത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമു, അത് നിങ്ങൾക്ക് വെറുപ്പാണല്ലേ, അത് നിങ്ങൾക്ക് വെറുപ്പാണല്ലേ, എങ്കിൽ ഫത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോളൂ, അല്ലാഹ് പശ്ചാത്താപം സ്വീകരിക്കും, റഹീം അവൻ കരുണാമയനുമാണ്. നിങ്ങൾ ആ രംഗത്ത് നിന്ന് മാറിക്കോളൂ. ഗീബത്തിന്റെ ആ പാപത്തിന്റെ ചളിക്കുഴിയിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ. അവിടെ നിങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കണ്ട, പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. മരണം എപ്പോഴാ സംഭവിക്കാൻ അറിയൂല. കാരണം മരിച്ചുപോയാല് നിസ്കാരം നോമ്പിലൊക്കെ വന്ന വീഴ്ച പടച്ചവന് പുറത്തു തരാ, പടച്ചവന് പുറത്തു തരാ. ഈ കേസ് പടച്ചവനൊറ്റക്ക് പുറത്തു തരാൻ പറ്റൂല. അതാണ് ഇതിന്റെ അപകടം അല്ലേ. ഗീബത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ടേക്കും ചിലപ്പോ ആള് കാഞ്ഞു പോവാ. ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു സുഹൃത്ത് മരിച്ചു, അമ്മാതിരി മരണ മരിക്കേണ്ടത്. കുറ്റിപ്പുറത്തുള്ള എന്റെ കൂടെ പഠിച്ച 40 വയസ്സുള്ള ഹബീബുർ റഹ്മാൻ ബാഖവി എന്ന് പറയുന്ന സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച എങ്ങനെ മരിച്ചത്? റബീഉൽ അവ്വൽ യാത്ര ചോദിക്കുകയാണ്, മൗലിദ് മാസ യാത്ര ചോദിക്കുക. മൗലിദ് സദസ്സിൽ ഇരുന്ന് നന്നായിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹുകളൊക്കെ നന്നായിട്ട് ചൊല്ലി, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒരു നസീഹത്ത് നാട്ടുകാർക്ക്. അവിടുത്തെ ഇമാമാണ്. എന്താ നസീഹത്ത്? നമുക്കൊക്കെ മരിച്ചു പോകണം, അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു, നമ്മൾ ഖുർആൻ കുറെ ഓതി, ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ കൂടി ഓതിയിട്ട് മരിച്ചുപോയ നമ്മുടെ ഉമ്മ വാപ്പമാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്താലാണ് മരിച്ചാൽ നമുക്ക് വേറുള്ളവരെ ദുആ കിട്ടുള്ളൂ. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഒരു മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ട് ആ മൈക്ക് ഉരിയിട്ട് മൊല്ലാക്കാന്റെ കൈ കൊടുത്തിട്ട് യാസീൻ അങ്ങോട്ട് തുടങ്ങിക്കോളൂ, ഞാനൊന്ന് ഓതെടുത്ത് വരട്ടെ. ഹൗലൻ കരയിൽ പോയിട്ട് ഉദു മുറിഞ്ഞു, ഹൗലൻ കരയിൽ പോയിട്ട് ഉദുടുത്ത് വന്നിട്ട് യാസീൻ ഓതാൻ വേണ്ടി ഇരുന്ന് യാസീനോത്ത് തുടങ്ങിയിട്ട് റാഹത്തായിട്ട് അവിടെ കിടന്നു മരിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ മയ്യത്ത് കണ്ടാലറിയാം മുഖത്തിന്റെ ഒരു തേജസ്. സാധാരണ മയ്യത്ത് കണ്ട ചിരി ഉണ്ടോ അല്ലേ. പിന്നെ നമ്മുടെ പാർട്ടിക്കാരനാണെങ്കിൽ ചിരി ഉണ്ട് എന്നാണ് പ്രചരിപ്പിക്കല ചില ആൾക്കാരൊക്കെ. ഇതങ്ങനല്ല. വന്ന എല്ലാ ആളുകളും വെട്ടിത്തുറന്ന് ചിരിക്കുന്ന ഹബീബിന്റെ മുഖം കണ്ടു. ഇതാ മരണം. അള്ളാഹു നമുക്കും അത്തരത്തിലുള്ള മരണം തരട്ടെ. ഒരിക്കൽ ഏതായാലും മരിക്കണല്ലോ, ഉദുവോടുകൂടെ റാഹത്തായിട്ട്. അതെന്നെ ആളുകളോട് മരണത്തെ കുറിച്ചൊരു മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുള്ള മരണം. അല്ലാഹ് പറഞ്ഞു, ഗീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ, പരദൂഷണത്തിന്റെ സഭകളിൽ നിന്ന് മാറി നിന്നോ, മരിച്ചു കഴിഞ്ഞാൽ അപകടമാണ്. ഞാൻ ഒറ്റക്ക് പുറത്താലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങനെ ഞാൻ പൊറുക്കുന്ന പ്രശ്നമില്ല. ഗീബത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ച അല്ലാഹു നിങ്ങളെ തൗബ സ്വീകരിക്കും. ഇപ്പോ തന്നെ പൊരുത്തപ്പെടിച്ചോളൂ ആളുകളെ കൊണ്ട്. എന്നിട്ട് എന്റെ മുന്നിലേക്ക് നിങ്ങൾ വരൂ, ഞാൻ സ്വീകരിക്കാം, നിങ്ങളോട് കരുണ കാണിക്കാം. ശവം തീറ്റ നിർത്തിക്കോളൂ. ശവം തിന്നെന്ന് പറഞ്ഞാൽ മനുഷ്യപ്രകൃതി വെറുക്കുന്ന സംഗതിയാ. അത് മൃഗത്തിൻ്റെതല്ല, ഒരു മനുഷ്യന്റെ ശവമായാലോ, ആ മനുഷ്യൻ തന്നെ തന്റെ കൂടപ്പിറപ്പായ സഹോദരനാണെങ്കിലോ, തന്റെ ആത്മമിത്രമായ സുഹൃത്തിന്റെ മയ്യിത്താണെങ്കിലോ ഓർക്കാൻ പറ്റുന്നില്ല അല്ലേ? നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? നിങ്ങൾ അതിനെ വെറുക്കുന്നുവല്ലേ? എന്നിട്ട് എന്തേ മനുഷ്യന്മാരെ അള്ളാഹു ചോദിക്ക, സഹോദരന്റെ അഭാവത്തിൽ ഒന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ മുന്നിലില്ലാത്ത നേരത്ത് അവന്റെ ആത്മാഭിമാനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നാക്രമിക്കുന്നത്? അതിന് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നത്? ശവം മയ്യിത്ത് തിന്നാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ആ പറ്റാത്ത നിങ്ങൾക്ക് ഈ പണിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഏത് കുറ്റവാളികളെ ഗീബത്ത് പറഞ്ഞാലും, ഏത് കൊടും തെമ്മാടിയെ ഗീബത്ത് പറഞ്ഞാലും അവന്റെ പച്ചമാംസം തിന്നലാണത്. നല്ല ആളുകളെ ഗീബത്ത് പറഞ്ഞാൽ നല്ലവന്റെ ഇറച്ചിയ തിന്ന. തെമ്മാടിയുടെ ഗീബത്ത് പറഞ്ഞാലോ തെമ്മാടിയുടെ ഇറച്ചിയ തിന്ന. വ്യഭിചരിച്ചുപോയ ഒരു സഹാബിയുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു സഹാബി വ്യഭിചരിച്ചു. പേരെന്താ?
മാഇസ് ഇബ്നു മാലിക്കിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. പതിവ് പോലെ പുണ്യ റസൂലും സ്വഹാബത്തും മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ സൈലന്റാണ്, ആരൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് ഒരു കാലടിയുടെ ശബ്ദം, ഒരാളനക്കം. നബിയും സ്വഹാബത്തും തിരിഞ്ഞു നോക്കുമ്പോ അസ്ലം ഗോത്രക്കാരനായ മാഇസ് ആണല്ലോ വരുന്നത്. കണ്ണുകൾ കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു, മുഖം വിവർണമായിരിക്കുന്നു, മുടിയൊക്കെ പാറി പറത്തിയ നിലയിൽ മാഇസ് ഇബ്നു മാലിക്, അസ്ലം ഗോത്രക്കാരൻ, എന്തേ അദ്ദേഹം ഇങ്ങനെ വരുന്നത്? എല്ലാവരും നോക്കി. നബിയുടെ മുന്നിൽ വന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞ്, യാ റസൂലല്ലാഹ് തുഹിർനി, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, ഞാൻ പാപത്തിന്റെ മാലിന്യ കൂമ്പാരത്തിൽ വീണുപോയിരിക്കുന്നു, നബിയെ എന്നൊന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഇസേ തിരിച്ചു പോ, തൗബ ചെയ്ത് നന്നായി ജീവിച്ചോ. ഇവിടെ വന്ന് നീ ചെയ്ത കുറ്റങ്ങളൊന്നും എന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് എന്നെയും ഈ സമൂഹത്തിനെയും അത് കേൾപ്പിക്കണ്ട. മാഇസേ മോനെ തിരിച്ചു പൊക്കോ, തൗബ ചെയ്ത് നന്നായിക്കോ. നബിയല്ലേ പറഞ്ഞത്, പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. മാഇസ് ഒന്ന് തിരിഞ്ഞ് നടക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ കാലടികൾ മുന്നോട്ട് എടുത്തു വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്തു പോയ ആ വലിയ ഓർക്കുമ്പോൾ അത് മനസ്സിനെ വേട്ടയാടുന്നു, തിരിച്ചു പോകാൻ പറ്റുന്നില്ല. രണ്ടാമത് വന്ന് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയെ. അപ്പോഴും ആദ്യത്തെ മറുപടി, തിരിച്ചു പോയിട്ട് തൗബ ചെയ്യൂ മാഇസേ. പോകാൻ പറ്റുന്നില്ല. മൂന്നാമതും പറഞ്ഞു തുഹിർനി, അപ്പോഴും പറഞ്ഞു തിരിച്ചു പോയിട്ട് തൗബ ചെയ്യും മോനെ, ഇവിടെ നീ ചെയ്ത പാപങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല, നീ നന്നായി ജീവിക്കും. നാലാമതും വന്നു തുഹിർനി. ഇയാള് പോവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിക്കോട്ടെ ശുദ്ധീകരിക്കാം, എന്ത് തെറ്റാ ചെയ്തത്? മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങള് തിരിച്ചിട്ട്, ജയിച്ചിട്ടല്ലേ ഉള്ളൂ, കൂടെ കിടന്നിട്ടല്ലേ ഉള്ളൂ. അല്ല നബിയെ, വ്യഭിചരിച്ചിട്ടുണ്ട്. അപ്പൊ നബിയുടെ ചോദ്യം, ചുംബിച്ചിട്ടല്ലേ ഉള്ളൂ മാഇസേ? അല്ല നബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. നീ മദ്യപിച്ചിട്ടാണോ സംസാരിക്കുന്നത് മാഇസേ? അല്ല നബിയെ, ഞാൻ സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അപ്പോഴേക്ക് ഒരാളെ എണീറ്റ് നിന്ന് മാഇസിന്റെ വായ വാസനിച്ച് നോക്കി. നബിയോട് പറഞ്ഞു, ഇല്ല നബിയെ, മാഇസ് മദ്യപിച്ചിട്ടില്ല. എന്നാ പിന്നെ എന്താ ചെയ്യാ? ഇസ്ലാമിലൊരു നിയമമുണ്ട്, സാധാരണ 2 സാക്ഷിയൊക്കെ വേണം. ഇവിടെ സാക്ഷി വേണ്ട, പ്രതി എന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എവിടെ? ജഡ്ജിയുടെ മുന്നിൽ. അന്നത്തെ ജഡ്ജി റസൂലിനെയാണ്, സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ശരീഅത്ത് നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാ പിന്നെ അതന്നെ, കല്ലെറിഞ്ഞു കൊന്നു. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ പോയിന്റ് എന്താ? നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തമായ ഭാഗം ഏതാ? ലമ്മാ റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാഇസൻ ഫിസ്സിനാ, വ്യഭിചാര കുറ്റത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമായ റജ്മ്, കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ മാഇസ് ഇബ്നു മാലിക് എന്ന സ്വഹാബിയിൽ മുത്തുനബി തങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഖാല റജുലുൻ ലിസാഹിബിഹി, അതിന് സാക്ഷികളായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മാഇസിനെ കൊന്നുകളയുന്നതിന് ആ സാഹചര്യത്തിൽ അവിടെ സാക്ഷികളായ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഖാല റജുലുൻ ലിസാഹിബിഹി, ഒരു സ്വഹാബി തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, ഉഖഅസ ഹാദാ കമാ യുഖഅസുൽ കൽബു. ഇതാ പറഞ്ഞത്, ഉഖഅസ ഹാദാ കമാ യുഖഅസുൽ കൽബു. പട്ടിയെ എറിഞ്ഞു കൊല്ലും പോലെയല്ലേ മാഇസ് ഇബ്നു മാലിക്കിനെ കൊന്നുകളഞ്ഞത്? സത്യാണ് അല്ലേ? കല്ലെറിഞ്ഞു കൊല്ലാറ പട്ടിനെ കിട്ടാതിരിക്കുമ്പോ അങ്ങനെയല്ലേ ചെയ്യാ? പട്ടിയെ കൊല്ലും പോലെയല്ലേ മാഇസ് വധിക്കപ്പെട്ടത് എന്ന് ഒരു സഹാബി മറ്റൊരു സഹാബിയുടെ ചെവിയിലങ്ങ് പറഞ്ഞു. യാഥാർത്ഥ്യാണല്ലോ, സംഭവിച്ചതാണല്ലോ. മാഇസ് ആണെങ്കിൽ വ്യഭിചാര കുറ്റം ചെയ്ത ആളുമാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരവും പ്രതികരിച്ചില്ല. ഫമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഭ പിരിഞ്ഞു, നിയമം നടപ്പിലാക്കി, ഒരാളെ കൊന്നു. ആ സഭ പിരിഞ്ഞ് നബി തങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോവാണ്. ഒരു സംഘം സ്വഹാബികൾ കൂടെയുണ്ട്. വഹുമാ മഅഹു, ഈ ഡയലോഗ് അടിച്ച, ഇവിധത്തിൽ പ്രതികരിച്ച, ഈ വിധത്തിൽ സംസാരിച്ച 2 സ്വഹാബികളും കൂടെയുണ്ട്. അങ്ങനെ ആ സംഘം അങ്ങനെ നടന്ന് ബിജീഫത്തി ഹിമാർ, മദീനയിലെ തെരുവിലൂടെ നടന്ന് വഴിവക്കിൽ അവരൊരു കാഴ്ച കണ്ടു. ഒരു കഴുതയുടെ ശവം.
കഴുത ചത്തി കിടക്കുന്നു. ഇന്നും ഇന്നലെയും ചത്തതല്ല, 3-4 ദിവസമായിട്ടുണ്ട്. ആ കഴുതയുടെ ജഡത്തിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ നുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസഹ്യമായ ദുർഗന്ധമുണ്ട്. ആളുകളൊക്കെ മൂക്ക് പൊത്തി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചീഞ്ഞളിഞ്ഞ കഴുതയുടെ ശവത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഈ 2 ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇൻഹിശാ മിൻഹാ, ആ കഴുതയുടെ ശവത്തിൽ നിന്ന് 2 പേരും പോയി ഭക്ഷിക്കണം, എന്റെ ഉത്തരവാണ്. ഇത് കേട്ട അവർ പറഞ്ഞു, കൈഫ നൻഹശു ജീഫതൻ യാ റസൂലല്ലാഹ്, ഒരു ശവത്തിൽ നിന്നെങ്ങനെയാണ് ഞങ്ങൾ കഴിക്കുക? അത് തന്നെ ചീഞ്ഞളിഞ്ഞ കഴുതയുടെ ശവമല്ലേ, അതിന് ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് പറയുന്നത് തിന്നാനോ തീറ്റിക്കാനോ വേണ്ടിയാണെന്ന് ഞങ്ങൾക്കും തോന്നുന്നില്ല. എന്തൊരർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന് വിവരിച്ചു തന്നാലും. فقال رسول الله صلى الله عليه وسلم ما أصبتما من أخيكما, നിങ്ങളുടെ സഹോദരനായ മാഇസ് ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ നിയമപ്രകാരം വധിക്കപ്പെട്ട നിങ്ങളുടെ സഹോദരൻ മാഇസ് ഉണ്ടല്ലോ, ആ മാഇസിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രതികരിച്ച പ്രതികരണമുണ്ടല്ലോ, അത് അന്തനു മിൻ ഹാദിഹി, ഈ കഴുതയേക്കാൾ നാറുന്ന ശവമാണ് യഥാർത്ഥത്തിൽ മാഇസിന്റെ ഇറച്ചിയിൽ നിന്ന് നിങ്ങൾ തിന്നതിലൂടെ സംഭവിച്ചത്. മാ അസബ്തുമാ മിൻ അഖീകുമാ, നിങ്ങളുടെ സഹോദരനല്ലേ മാഇസ്, ആ മാഇസിന്റെ ഇറച്ചിയിൽ നിന്ന് നിങ്ങൾ ശാപ്പിട്ടില്ലേ, അത് ഇതിനേക്കാൾ മോശപ്പെട്ടതായിരുന്നു. ഇത് അത്ര കുഴപ്പമില്ല, നിങ്ങൾക്കതിലും നല്ലത്, ആ സംസാരിച്ച സംസാരത്തിലേറെ നിങ്ങൾക്ക് നല്ലത് ഈ കഴുതയുടെ പുഴുക്കളരിക്കുന്ന ജഡത്തിൽ നിന്ന് ഭുജിക്കലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. ഇത് ഇറച്ചി തീറ്റനാണ്, നമുക്കത് തിരിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് ഈ ഇറച്ചി, ശാപ്പിട്ട ഇറച്ചി പുറത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. ഹദീസിൽ കാണാലോ. ആയിഷ ബീവി പറയുന്നുണ്ട്, മുസ്ലിം ലോകത്തോട് സഹാബികളുടെ കൂട്ടത്തിൽ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതയാണ് മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എന്താ പറഞ്ഞത്? ലാ യഗ്താബന്ന അഹദുകും അഹദാ, നിങ്ങൾ ആരും തന്നെ ആരെയും ഗീബത്ത് പറയരുത് കേട്ടോ, ആരെയും പരദൂഷണം പറയരുത് കേട്ടോ. എന്തുകൊണ്ട് എന്നറിയാം നിങ്ങൾക്ക്? ഞാൻ ഒരിക്കൽ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ നബിയുടെ മുന്നിൽ വെച്ച്, ഞാൻ നബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ വേറെ ഒരു പെണ്ണിനെ കുറിച്ച് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? തുണിയുടെ കോന്തല, തുണിയുടെ ഭാഗം, ഈ വാല് കുറച്ച് നീണ്ട പെണ്ണാണ്. എന്താ അതിന്റെ അർത്ഥം? ഇച്ചിരി അഹങ്കാരമുള്ള പെണ്ണാണ്, കുറച്ച് ഈഗോ ഉള്ള പെണ്ണാണ് എന്ന് നബിയുടെ മുന്നിൽ വെച്ച്. ആ പെണ്ണ് അവിടെ ഇല്ല. ഒരു പെണ്ണിനെ കുറിച്ച് ചർച്ച വന്നപ്പോ ഇച്ചിരി കിബറത്തിയാണ്, ഇച്ചിരി അഹങ്കരിച്ചിയാണ് അവള് എന്നാണ് പറഞ്ഞപ്പോഴേക്ക് നബി തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറുകയും തുപ്പടി ആയിഷ, തുപ്പ്, എന്നോട് പറഞ്ഞു തുപ്പ്, പെട്ടെന്ന് തുപ്പ് നീ. 2 തവണ പറഞ്ഞു. ഫലഫൽതു, ഞാൻ തുപ്പി നോക്കുമ്പോ ഫലഫൽതു മുൽഗത ലഹ്മിൻ, എന്റെ വായിൽ നിന്ന് ഒരു മാംസപിണ്ഡം തെറിച്ചു വീണു എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിക്ക് കാണിച്ചു കൊടുക്കണം, അവരെ പദവി അതാണ് അല്ലേ. നബി തങ്ങൾ അത് കാണിച്ചു കൊടുത്തു. ഹദീസിൽ വേറെയൊക്കെ സംഭവങ്ങൾ ഈ വിഷയത്തിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ നബി തങ്ങൾ ഞങ്ങളോട് ഉത്തരവിട്ടു, അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നാസ ബിസൗമി യൗമിൻ, ജനങ്ങളോട് പറഞ്ഞു നാളെ എല്ലാവരും നോമ്പ് പിടിക്കണം, നാളെ എല്ലാവരും നോമ്പ് പിടിക്കണം. റമദാൻ നോമ്പല്ല, ഇപ്പൊ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നാളെ എല്ലാവരും നോമ്പ് പിടിക്കണം. പിടിച്ചാ മാത്രം പോരാ, ലാ യഫ്തിറന്ന അഹദുൻ ഹത്താ ആദന ലഹു, ഒരാളും നോമ്പ് മുറിക്കാൻ പാടില്ല ഞാൻ പറയാതെ. സാധാരണ അസ്തമാനത്തോടുകൂടെ നോമ്പ് തുറക്കാലോ, അത് പറ്റൂല, ഞാൻ പറയുമ്പോഴേ നിങ്ങൾ നോമ്പ് മുറിക്കാൻ പാടുള്ളൂ. ഫസ്വാമന്നാസു, സഹാബികളെല്ലാരും നോമ്പ് പിടിച്ചു. പിറ്റേ ദിവസം അസ്തമാന സമയത്ത് ഓരോരുത്തരായി നബിയുടെ മുന്നിൽ വന്ന് അനുവാദം ചോദിച്ചു. അനുവാദം കിട്ടിയവരൊക്കെ നോമ്പ് തുറന്നു. അപ്പോൾ ഒരു യുവാവ് കൂടി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫതാതാനി
രണ്ട് യുവതികൾ നോമ്പ് പിടിച്ചിരുന്നു. അവർക്ക് നിങ്ങളുടെ മുന്നിൽ ഇവിടെ വരാൻ നാണമുണ്ട്, ഇവിടെ ആണുങ്ങൾ കൂടി നിൽക്കല്ലേ, അതുകൊണ്ട് ആ രണ്ട് യുവതികൾക്ക് നോമ്പ് തുറക്കാൻ അങ്ങ് അനുവാദം തന്നാൽ ഞാൻ പോയി പറയാം, അവർ നോമ്പ് തുറന്നോട്ടെ. ഈ പറച്ചില് കേട്ട് നബി മൈൻഡ് ചെയ്തില്ല, വേറെ ഭാഗത്തേക്കാണ് നോക്കി. ഇയാൾ ആ ഭാഗത്ത് കൂടി വന്നിട്ട് പറഞ്ഞു, നബി ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ഒരു കേസുണ്ട്, അവരെ അനുവദിച്ചാല് അവര് നോമ്പ് തുറക്കും. അപ്പോഴും നബി ശ്രദ്ധ മാറ്റി. ഇയാൾ മൂന്നാമത് വന്നു. മൂന്നാമത് വന്നപ്പോ ചൂടായിട്ട് നബി പറഞ്ഞു ഈ വന്ന ആളോട്, ഇന്നഹുമാലം യസൂമ, രണ്ടാളും നോമ്പ് പിടിച്ചിട്ടില്ല. ഇല്ല, രണ്ടാൾക്കും നോമ്പില്ല, പിന്നെന്തിനാ അവര് നോമ്പ് തുറക്കുന്നത്? ഈ യുവതികൾ രണ്ടുപേരും നോമ്പ് പിടിച്ചിട്ടില്ല, പിന്നെന്തിനാ തുറക്കുന്നത്? അയാൾ പോയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ ആളുണ്ട് വരുന്നു. കുറെ കഴിഞ്ഞിട്ട് ഈ ആളുണ്ട് വരുന്നു. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹുമാ കാദതാ അൻ തമൂതാ, നബിയേ സംഗതി ഡേഞ്ചറാണ്, ഇവർ രണ്ടുപേരും ഇപ്പം മരിക്കും. ആ നിലക്കുള്ള കളി അവർ കളിക്കുന്നത്. വല്ലാത്ത അസ്വാസ്ഥ്യം, വയറിന് വേദനയോ തലകറക്കമോ വീഴ്ചയോ, അതുകൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അവർ മരിച്ചുപോകും നബിയേ എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടു, ആ രണ്ട് പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ടു. രണ്ടുപേരും പരസഹായത്തോടുകൂടെ തിരുസവിധത്തിൽ വന്നു നിന്നപ്പോൾ ഒരു കലം, ഒരു ചെരിവം കൊണ്ടുവരാൻ പറഞ്ഞു, കുറച്ച് വലിപ്പമുള്ള പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് ഒരുത്തിയോട് പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളുടെ ഒരുത്തിയോട് പറഞ്ഞു, ഈ ഛർദിക്ക് ഈ പാത്രത്തിലേക്കാണ് കുട്ടിക്കോ എന്ന് പറഞ്ഞു. അവളങ്ങോട്ട് ഛർദിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ ഛർദിക്കുന്നത്? ചീഞ്ചലമുണ്ട്, മാംസകഷ്ണമുണ്ട്, രക്തമുണ്ട്, എല്ലാം കൂടി അങ്ങോട്ട് ഛർദിച്ചിട്ട് ആ പാത്രം അങ്ങോട്ട് നിറഞ്ഞു. അതാണ് മാറ്റിവെച്ചു. എന്നിട്ട് മറ്റേ ആളോട് വന്നു, മറ്റേ പെണ്ണിനോട് അതേപോലെ ഛർദിച്ചോർന്നു. അവളും കുട്ടി അതേമായി. എന്നിട്ട് പറഞ്ഞു, ഇവര് രണ്ടാളും അള്ളാഹു അനുവദിച്ച ഹലാലായ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് പിടിച്ചു. പകലിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ടൈം ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഇവർ ഈ സാധനം ഷാപ്പിട്ടിരുന്നു. കണ്ടില്ലേ നിങ്ങൾ? മറ്റുള്ളവരുടെ ഇറച്ചിയാണ് ഈ കാണുന്നത്, ഈ രക്തമാണ് ഈ കാണുന്നത്, ഇതേ ഇവർ ഷാപ്പിട്ടിരുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അതുകൊണ്ട് ഇപ്പൊ കഴിച്ചായിട്ടുണ്ട്. ഈ സാധനം അവരെ വയറ്റിൽ നിന്നിരുന്നെങ്കിൽ ഇവരെ നരകം ശാപ്പിടുമായിരുന്നു. പക്ഷേ ഇപ്പൊ തൽക്കാലം ഈ കുഴപ്പം തീർന്നിട്ടുണ്ട്. ഇത് ഇവർക്കും പാടാണ്, ലോകത്തിനും പാഠമാണ്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. ഖുർആൻ. സുഹൃത്തിന്റെ സഹോദരന്റെ ശവം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പണി ചെയ്താൽ മതി എന്ന് പടച്ച തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ഈ വിഷയം തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് അധികം ഈ വിഷയത്തിൽ സംസാരിക്കാണ്ട്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പറയാം. അള്ളാഹു നമ്മുടെ നാവുകളെയും മനസ്സുകളെയും സംശുദ്ധമാക്കി തരുമാറാകട്ടെ.